മറ്റേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുന്ന സമയത്ത് പുള്ളിക്കൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഡയറിങ് നമുക്ക് ചെയ്തു നോക്കാം എന്നുള്ളതില്ല. അപ്പോൾ പുള്ളി പറയാം ജിമ്മിനോട്ടാ ഓക്കെ അല്ലേ, സേഫ് ആണെങ്കിലും മതി പറഞ്ഞപ്പോൾ എന്താ നമുക്ക് ചെയ്തു നോക്കാം, കൂടിപ്പോൾ എന്താ മരിക്കുമല്ലുള്ളൂ, ഇങ്ങനെയാണ് പുള്ളി നമുക്ക് ചെയ്തു നോക്കാം, സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. സന്ദീപ് കുളിക്കുന്ന ഒരു സീനില്ലേ, അതിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് ഇറങ്ങി വരുമ്പോഴാണ് ഫുൾ വെള്ളം കയറിയിട്ട് പോയി. അത് ഐ തിങ്ക് ഒരു വിത്തിൻ 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം ഫില്ലായി. മലേഷ്യ ആയിട്ട് നിങ്ങൾ കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് കാണിച്ച്. നമുക്കറിയില്ല അത് എവിടെയാണ്, പക്ഷെ നിങ്ങൾ പറയില്ല എന്ന് പറയാം. എന്നാലും ചുമ്മാ അതുവഴി നടക്കുമ്പോൾ വേറെ ഏതോ ഒരു ലൊക്കേഷൻ തപ്പിയിട്ട് അതുവഴി നടക്കുന്ന സമയത്ത് ഇവിടെ സെറ്റ് ഇട്ടാലോ എന്ന് തോന്നി റാൻഡംലി. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. ഷാഫിക്ക എടുത്തു പോയിട്ട് പറഞ്ഞു, ഷാഫിക്ക കഴിഞ്ഞു, എന്ത് മൊത്തം കഴിഞ്ഞു, നമുക്ക് മൊത്തം കഴിഞ്ഞു. ഷാഫിക്ക് കണ്ണ് നിറഞ്ഞു. ഷാഫിക്ക് കണ്ണ് പറയുമ്പോൾ ഷാഫിക്ക വല്ലാണ്ട് എക്സ്പ്രസീവ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നു എന്താണ്, എങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞൂടാതിരുന്നൊരു സിനിമ നമ്മൾ തീർത്തല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുമ്പോഴാണ് നമ്മൾ എന്തോരം റിസ്ക് ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്, വല്ല ഗ്യാരണ്ടി ഉണ്ടായിരുന്നു നമ്മൾ പോലും ആലോചിക്കണേ. പലപ്പോഴും ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു നായുടെ പ്രസൻസ് ഉണ്ടാവും. ഷൂട്ടിന് ശേഷവും ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഇങ്ങനെ നായി നിന്നിട്ടുണ്ടാവും, നോക്കുന്നുണ്ടാവും. അത് എന്താ കാരണം എന്ന് അറിയില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എക്കോയുടെ കിഷ്കിന്ത കണ്ടത്തിന്റെ മേക്കേഴ്സ് ആണ്. ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ, റൈറ്റർ DOP ബാഹുൽ രമേശ്. വെൽക്കം. താങ്ക് യു. പൊതുവേ നിങ്ങൾ ഈ 2 പടങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കൈയടിക്കുന്നില്ല, ആർപ്പ് വിളിക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുക സ്റ്റക്കായിട്ട് കുറച്ച് നേരം ഇരുന്ന് റിയാലിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് 2 പടങ്ങൾക്കും അതേ രീതി തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ പല സ്ഥലത്തും പോയി തിയേറ്റർ വിസിറ്റിനൊക്കെ പോയി, മലബാറിലും ഒക്കെ പോയിട്ടല്ലോ. എങ്ങനെയാ റെസ്പോൺസ് എന്താ, നേരിട്ട് എന്തൊക്കെയാ ആൾക്കാർ പറയണേ? ഭയങ്കര എന്താ പറയുക, ഇതേ സെയിം തിങ് തന്നെയാണ്. പല ആൾക്കാരും ഇരുന്നിട്ട് അവർക്ക് എന്താണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പം നമ്മൾ തന്നെ പെട്ടെന്ന് ഉള്ളിൽ കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് പോലും അവർക്ക് മനസ്സിലാകുന്നത് എന്താ അവിടെ നടക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ സന്ദീപ് പോയിട്ട് ഹായ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഷോക്കായിട്ട് പിന്നെ അവർ എക്സ്പ്ലോർ ചെയ്യുക, ലൈക്ക് അതിന് റിയാക്ട് ചെയ്യുകയാണ്. ഭയങ്കര സന്തോഷം. എന്താ പറഞ്ഞാൽ അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ രീതിയിൽ ഭയങ്കര ആഘോഷം, കയ്യടിയും എല്ലാം ഭയങ്കര സന്തോഷം. ആക്ച്വലി അങ്ങനെ ഒരു നമ്മുടെ സെക്കൻഡ് ഈ മൂവിക്കും അങ്ങനെ കിട്ടുന്നതിൽ സന്തോഷമാണ്. നാട്ടിൽ പോയിട്ടില്ല, പക്ഷേ ഷോസ് ഒരു കുഴപ്പമായി. എനിക്ക് എൻ്റെ നാട്ടിലത്തെ ഒരു അൽഗരിതം വെച്ചിട്ട് ഉള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. എൻ്റെ നാട്ടിലൊരു മൂവി ഗോയിങ് കൾച്ചർ എനിക്കറിയാം, എത്ര ആൾക്കാർ പോകുന്നുള്ളത് അറിയാം. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഡൂയിങ് ആക്ച്വലി വെരി ഗ്രേറ്റ്. കാരണം ഒരു 2 സ്ക്രീനിലായിട്ട് ഒരു 10ഓളം ഷോസ് ഡെയിലി കാണുന്നുണ്ട്, മിക്കതും ഫുള്ളാണ്. അപ്പോൾ ഇന്ന് പോലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു അൽഗോരിതം വെച്ചിട്ട് എനിക്ക് ബാക്കി എൻ്റെ നാട്ടിലത്തെ കൾച്ചർ ഇതാണെന്ന് അറിയുന്നതിൻ്റെ ഒരു കമ്പാരിസണിൽ ഓക്കെ ഹാപ്പി. കിഷ്കിന്ത കണ്ട പോലൊരു സിനിമ അങ്ങനെ സക്സസ് ആയതും അല്ലെങ്കിൽ അത്ര ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടതും ഇന്ന് ഞങ്ങൾ കണ്ട എക്കോ ഇല്ലേ, അത് ആ രീതിയിൽ സംഭവിക്കാൻ ശരിക്കും കാരണമായിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ? മേ ബി അത് പ്രൊജക്റ്റ് പ്ലേസ് ചെയ്യപ്പെടാൻ പ്രൊഡ്യൂസേഴ്സിന് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട്. ബിക്കോസ് നമുക്ക് ഇത് ഓണാകുന്ന സമയത്ത് സന്ദീപിൻ്റെ ഇത്രയും പാലപ്പുഴ ജിംഖാനയും പടക്കളൊക്കെ ഇറങ്ങുന്നതിന് മുന്നെയാണ് ഈ പ്രൊജക്റ്റ് ലാൻഡ് ആവുന്നത്. അപ്പോൾ അതിന് മുന്നേ ആ പ്രൊജക്റ്റ് ഇതൊന്ന് പ്ലേസ് ചെയ്യപ്പെടാൻ കിഷ്കിന്ത സ്വീകരിക്കപ്പെട്ടത് ഒരു രീതിയിൽ ഹെൽപ്പായിട്ടുണ്ട്. അതർവൈസ് വർക്കിംഗ് രീതിയിലോ അല്ലെങ്കിൽ സിനിമയുടെ ഷേപ്പിലോ ഫോമിലോ ഒന്നും ഒരു രീതിയിൽ മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം ഇത് എഴുതിയത് ഏകദേശം ആ 2021 ആ സമയത്ത് തന്നെയാണ്, ഉദ്ദേശിച്ചത് തന്നെ. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ എനിവേ എപ്പോൾ നടന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ പോകാനായിരുന്നു ഉള്ള പ്ലാൻ. ഇത്തരം ഡിസൈനിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഓൺലി കൺവീനിയൻ്റ് ആയി കുറച്ചുകൂടെ. കിഷ്കിന്ത ഒന്ന് ലാൻഡായി കിട്ടിയപ്പോൾ കൺവീനിയൻസ് കുറച്ചുകൂടെ വന്നു, പ്രൊജക്റ്റ് കുറച്ചുകൂടെ ഫീസിബിളായി വയബിളായി. ശരിക്കും ഈ 44 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് കണ്ട ഒരു പ്രേക്ഷകനും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് സാധ്യമാക്കിയത്? എല്ലാവരും അത്രയ്ക്കും കട്ടയ്ക്ക് നിന്നതുകൊണ്ടാണ് എല്ലാം. ഈവൻ അതൊരു എന്താ പറയുക, ഈവൻ AD ആയാലും കൺട്രോളേഴ്സ് മീൻസ് എല്ലാം പ്രൊഡക്ഷൻ ടീംസ് ആയാലും ആക്ടേഴ്സ് ആയാലും എല്ലാവരും ഇതിനോട് ഒപ്പത്തിനൊപ്പം നിന്നുള്ളേ, അതിനോടുള്ള ഇഷ്ടം ആക്ച്വലി എന്ന് പറയാം. അപ്പോൾ ഒന്നിനും അങ്ങനെ പരിഭവമില്ല. നമ്മൾ ഈ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ആകും പ്രശ്നമില്ല, ഈ ക്ലൈമറ്റിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ടീമിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് ഈ പടത്തിൻ്റെ റിസൾട്ട് ആക്ച്വലി. എപ്പോഴാണ് ദിഞ്ചിത്തേട്ടൻ ഇങ്ങനെ ബാഹുലിയ നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞേ ശരിക്കും? അതന്നെ, ഇത് ബാഹുല ഫസ്റ്റ് ടൈം എനിക്കൊന്ന് കിഷ്കിന്താടനത്തിൻ്റെ ഒരു 8 months ബിഫോർ 1 year ആ ഒരു കിഷ്കിന്താടനം കുറച്ച് ഷൂട്ടിന് കുറച്ച് ടൈം ഉണ്ടായിരുന്നു, ഡേറ്റിൻ്റെ കുറച്ച് ഇഷ്യൂകളായിട്ട്. അപ്പോൾ ആ സമയത്താണ് ബാഹുല ആദ്യമായിട്ട് എനിക്ക് വായിക്കാൻ തരുന്നത്. അപ്പോൾ വായിക്കാൻ തന്നു, വായിച്ചപ്പം തന്നെ ആസ് യൂഷ്വൽ അൺയൂഷ്വൽ സ്റ്റോറി, അതെവിടെയും കാണാത്ത ക്യാരക്ടേഴ്സ്, പിന്നെ എന്താ പറയുക, ഡയലോഗ്സ് ആയാലും എല്ലാം ഒരു യുണീക്നെസ്. അതെല്ലാം ഓരോ ഡയലോഗ് വായിക്കുമ്പോൾ ഓക്കെ നമുക്ക് അതിനോടുള്ള വേൾഡിലേക്ക് കൂടുതൽ എന്താ ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. 100% ഓക്കെ. അപ്പം തന്നെ അത് ബാലിനോട് പറഞ്ഞു പോലെ ഇത് നമ്മൾ ചെയ്യുന്നു. ഈ ലൊക്കേഷനെ പറ്റി സംസാരിക്കുമ്പോൾ എങ്ങനെയാ ഇത്രയും ബുദ്ധിമുട്ടുള്ള ലൊക്കേഷൻ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്? ഇത് സ്ക്രിപ്റ്റ് അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഡിമാൻഡ് ചെയ്തിരുന്നു. കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള ടെറൈൻ വേണം, അതും അധികം സിനിമകളിൽ കണ്ട് വല്ലാണ്ട് യൂസ്ഡ് ആവാത്ത ലൊക്കേഷൻസ് പ്രിഫറബിളി. കാരണം ഇതിൻ്റെ സ്റ്റോറി പ്ലേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കുറച്ചൊരു ഏലിനേറ്റഡ് സോൺ ലെവൽ, ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി ഒരു ഹൈറ്റൻഡ് റിയാലിറ്റിയിലാണ് ഇരിക്കുന്നത്, പക്കാ റിയലിസ്റ്റിക്കിലും അല്ല. അപ്പം അതിനൊരു ഒരു കഥയുടെ എന്താ പറയുക, ഒരു പക്കാ ഫിക്ഷണൽ കഥയുടെ ഒരു സറിയലിൻ്റെ ഒരു ചെറിയൊരു എസൻസ് എങ്കിലും അവിടെ വേണം താനും. അപ്പം അത് കണ്ട് പരിചയമില്ല. അപ്പോൾ ഭ്രമരമൊക്കെ പണ്ട് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കുള്ളൊരു വലിയ കിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണിച്ച മിക്ക ലൊക്കേഷൻസ് നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഏതെങ്കിലും ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു വേൾഡിലേക്കുള്ളൊരു ട്രാൻസെൻഡിങ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനോ അതിലത്തെ കഥയെ ആ സിനിമയുടെ മാത്രം കഥയായിട്ട് വാച്ച് ഇറ്റ് ഫോർ വാട്ട് ഇറ്റ് ഈസ്, വാച്ച് ദാറ്റ് മൂവി ഫോർ വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ മറ്റൊരു സിനിമയോ മുന്നേ കണ്ടതോ ആയിട്ടുള്ള സിനിമയുടെ പ്രീ കൺസീവ്ഡ് നോഷൻസ് ഒന്നും തലയിലില്ലാതെ കാണാനൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയുള്ള സിനിമകൾ കുറേ ഉണ്ടല്ലോ. ഇപ്പോൾ രാവണൻ കാണുമ്പോഴൊക്കെ അങ്ങനെയുള്ള, ഇപ്പോൾ തുമ്പാട് കാണുമ്പോൾ. അപ്പോൾ ആ ലൊക്കേഷൻസ് പർട്ടിക്കുലർലി അതേപോലെ വേറെ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതിരപ്പള്ളി ഉണ്ടാവും, അങ്ങനെ പറയില്ല. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഒരു യുണീക്നെസ് അല്ലെങ്കിൽ നെവർ സീൻ ബിഫോർ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അത് വിഷ്വൽ ബ്യൂട്ടിക്കോ കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയിട്ടില്ല, അത് എയിം ചെയ്തിട്ടുമില്ല. ഓൺലി തിങ് ഇതിങ്ങനെ ഒരു കഥയായതുകൊണ്ട് ഇതിങ്ങനെ കണ്ടു പരിചയമില്ലാത്തൊരു ബാക്ക് ഡ്രോപ്പിൽ വേണം പ്ലേസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. പിന്നെ ഷാഫിക്കയുടെ സപ്പോർട്ടാണ് ആക്ച്വലി. നമുക്ക് അത് വേണം ഇത് വേണം അവിടെ പോകണം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അത് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് വെച്ചിട്ട് അത് പോസിബിളാക്കി തരിക, അത് പ്രൊഡ്യൂസർക്കും ബാധ്യത ഇല്ലാത്ത രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് തരിക എന്നുള്ളത്, അത് ആ സിനിമയോട് ആത്മാർത്ഥത എത്രയും കാണിക്കും, ഒരു ക്രിയേറ്റീവ് ആത്മാർത്ഥതയും കൂടി ഉണ്ട്. വെറുതെ പ്രൊഡക്ഷൻ ചുമതല നോക്കുക എന്ന് പറയുന്ന ഒരു ഓഫീസ് ജോലി പോലെ അല്ലെങ്കിൽ ലോജിസ്റ്റിക്കൽ ജോലി മാത്രം കാണാതെ പുള്ളിയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ സീക്ക് ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ട് ഷാഫിക്കയുടെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു ഫയറിൽ പുള്ളി നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷോട്ട് മറ്റേ മലേഷ്യൻ സീക്വൻസിലത്തെ ലാസ്റ്റ് ഡോഗിൻ ഇൻസേർട്ട്സ് കണ്ടായിരുന്നു ലാസ്റ്റ് ഷോട്ട്. വൈകുന്നേരം 5:30 അതും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് ഷാഫിക്ക എടുത്തു പോയിട്ട് പറഞ്ഞു, ഷാഫിക്ക കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്ത് മൊത്തം കഴിഞ്ഞു? നമ്മൾ മൊത്തം കഴിഞ്ഞു. ഷാഫിക്ക് കണ്ണ് പറഞ്ഞു. ഷാഫിക്ക് കണ്ണ് പറയുമ്പോൾ ഷാഫിക്ക വല്ലാണ്ട് എക്സ്പ്രസീവ് ആയിട്ട് എങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞൂടാതിരുന്നൊരു സിനിമ നമ്മൾ തീർത്തല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി കെട്ടിപ്പിടിച്ചു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സ്ഥിരം സിനിമകൾക്ക് പാക്കപ്പിന് ഉണ്ടാകുന്ന വേർപാടിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അല്ല, ഇമോഷൻസ് അല്ല അത്. ഇത് ജെന്യുവൻലി നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഡോക്ടർ പുറത്തോട്ട് വന്നിട്ട് ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞും അമ്മയും ഓക്കെയാണ്, കോംപ്ലിക്കേഷൻ അതെ, കുഞ്ഞും അമ്മയും ഓക്കെയാണ്, ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തോന്നുന്നു ആ ഫാമിലിക്ക് അതുവരെ വളരെ സ്ട്രെസ് അടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാരൻസിന് കിട്ടുന്ന ഫീൽ എന്താണോ ആ രീതിയിലാണ് ഷാഫിക്ക് അതിനെ ഇമോട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ പുള്ളിക്ക് ഇതിനോടുള്ള ഒരു വല്ലാത്ത പാഷൻ, ഈ സിനിമ കൃത്യമായിട്ട് വരണം, ആഗ്രഹിക്കുന്ന പോലെയൊക്കെ കംപ്ലീറ്റ് ആവണം എന്നൊക്കെയുള്ള പുള്ളിയുടെ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് പുള്ളി അങ്ങനെ ആ ആത്മാർത്ഥത ഈ ഇതിലത്തെ എല്ലാ ഏരിയകളിലും ഷാഫിക്ക് അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇതിൽ വേണ്ട കാര്യങ്ങൾ പോസിബിൾ ആക്കി തരാൻ വേണ്ടിയിട്ട്. ഷാഫിക്ക് തന്നെ എന്നോട് അന്ന് നമ്മൾ കഴിഞ്ഞ സംസാരിക്കാനിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചപ്പാത്തി റോളാക്കിയിട്ടാണ് ഫുഡ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, വെള്ളം കുറച്ച് ക്യാനിലാണ് കൊണ്ടുവന്ന് ഇത് കഴിച്ചാൽ ഞങ്ങൾ അവിടെ ഇരുന്നത് എന്നൊക്കെ. അങ്ങനെ ഒരു ലൊക്കേഷനിൽ എത്തിപ്പെടുക, ഇപ്പോൾ ഒരു DOP എന്നുള്ള പെർസ്പെക്റ്റീവിലാണെങ്കിലും ഡയറക്ടർ, അതല്ലാതെ മനുഷ്യന്മാരെന്നുള്ള രീതിയിലാണെങ്കിലും അവിടെ നിൽക്കുക. ആനിമൽസ് ഉണ്ടാവാം, കാടുണ്ട്, പാമ്പ്, അല്ലെങ്കിൽ കൂടെ ഒരുപാട് ആൾക്കാർ, ഇത്രയും ക്രൂവിനുള്ള ഫുഡ്, ഇങ്ങനത്തെ കുറെ ഏരിയാസ് ഉണ്ടല്ലോ. എങ്ങനെ ആ ലൊക്കേഷനിൽ അത്രയും ദിവസം കഴിച്ചു കൂട്ടിയേ? അതൊന്നും ആലോചിക്കാറില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ആ സമയത്ത് നമുക്ക് ഇത് കംപ്ലീറ്റ് ആവുക, ഇത് എടുക്കുക, ഇത് കിട്ടുക, ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് സോൾ ടാർഗറ്റ്.
ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുമ്പോഴാണ് നമ്മൾ എന്തോരം റിസ്ക് ആയിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നത്, വല്ല ഗ്യാരണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പോലും ആലോചിക്കണം. കൊക്കയുടെ വക്കത്ത് നോക്കിയല്ലേ. അത് മാത്രമല്ല അതിന്റെ റിയലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ പല സീക്വൻസെല്ലാം കാണുമ്പോൾ അയ്യോ ഇവിടുന്നായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. കാരണം അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ചില ഏരിയസ് വാട്ടർഫോളിൻ്റെ എല്ലാം അടുത്ത് നിന്നിട്ട് വിനീതേട്ടനിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിനീതേട്ടൻ അശോകേട്ടനിലും ആക്ച്വലി ആ ഫോളിൽ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് മഴ വന്നു കഴിഞ്ഞാൽ പൊള്ളടിച്ചു പോകുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ അതും ഫുൾ ക്രൂ വെച്ചിട്ട് എല്ലാ എക്യുപ്മെൻസും വെച്ച് നമ്മൾ ആ ഒരു എഡ്ജിൽ പോയിട്ട് നിൽക്കുകയാണ്. അതും പെട്ടെന്ന് വെള്ളം വന്നാൽ നമുക്ക് ഓടിപ്പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ വിനീതേട്ടനെല്ലാം വന്നു എന്നുള്ളത് അത് വേറൊരു കാര്യം. എന്ന് പറഞ്ഞാൽ വിനീതേട്ടനും അശോകേട്ടൻ എന്നെല്ലാം പറഞ്ഞാൽ കുറച്ച് ടെൻഷനാണ് ഇങ്ങനത്തെയുള്ള ഏരിയയിൽ. പക്ഷേ അശോകേട്ടനും വന്നു. അതെന്ന് പറഞ്ഞാൽ ഈ പടത്തിനോടുള്ള ഒരു പാഷൻ തന്നെയാണ്. അവർ ആ സ്ക്രിപ്റ്റിനോടുള്ള സ്റ്റോറിനോടുള്ള ഭയങ്കര കമ്മിറ്റ്മെന്റും പാഷനും തന്നെയാണ് അത്. ശരിക്കും നിങ്ങൾ പറയൂന്ന് അറിയില്ല, എങ്ങനെയാ ആ ഒരു യാത്ര ഉണ്ടായിരുന്നത്? അതായത് നാട്ടിൽ നിന്നും കാട്ടിലേക്കും കാട്ടിൽ നിന്ന് കാടിറക്കവും ഒക്കെ ഒരു ദിവസത്തെ പറയുകയാണെങ്കിൽ. ഏറെക്കുറെ ഞങ്ങൾ ഫുൾ ടൈം കാട്ടിൽ തന്നെ ആയിരുന്നു. ഇറങ്ങാനും കയറാനൊന്നും ഉണ്ടായിരുന്നില്ല. ഓവറോൾ ഒരുവിധം എല്ലാ ലൊക്കേഷൻസിന്റെ പൊതു സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതിൽ ആഡ് ചെയ്ത് പറയാൻ പറ്റുന്ന ഇപ്പം ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ ബിനുവേട്ടനൊക്കെ മറ്റേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുന്ന സമയത്ത് പുള്ളിക്കൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഡയറിങ് നമുക്ക് ചെയ്തു നോക്കാം എന്നുള്ളതില്ല. അപ്പോൾ പുള്ളി പറയാം ബിനുവേട്ടാ ഓക്കെ അല്ലേ, സേഫ് ആണെങ്കിലും മതി പറഞ്ഞപ്പോൾ ഓ എന്താ നമുക്ക് ചെയ്തു നോക്കാം, കൂടിപ്പോൾ എന്താ മരിക്കുമല്ലുള്ളൂ, ഇങ്ങനെയാണ് പുള്ളി നമുക്ക് ചെയ്തു നോക്കാം സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് ആ ഷോട്ടിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കായിരിക്കും. അപ്പോഴും ക്യാമറ ചേട്ടാ എന്തെങ്കിലും ചേഞ്ച് വേണോ, ഇത് ഇങ്ങനെ ആക്കണോ, വേണമെങ്കിൽ ഒന്നും കൂടെ സേഫ്, കുറച്ച് ഇപ്പുറത്താണെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടെ സേഫ് ആക്കാം, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു ആക്ഷൻ പിടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ വിനോദം പറയും ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്തു നോക്കാം, എന്നിട്ട് ഇതിൽ മരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത അതുപോലെ കൂടെ നോക്കാം. അപ്പൊ ഇതൊക്കെ അനായാസമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് ആ വർക്ക് അവിടെ ഒരു ഫണ്ടും ക്രിയേറ്റ് ആവുകയാണ്. ആ രീതിയിൽ അത് ആസ്വദിക്കാനും പറ്റും. അപ്പൊ അത് സന്ദീപിനും കോ ആർട്ടിസ്റ്റുകൾക്കും എല്ലാവർക്കും അത് ഒരു ഹരമാണത്, എന്തോന്ന് ക്രാക്ക് ചെയ്യുന്നു എന്നുള്ള രീതി. അത് പ്രസ് മീറ്റിൽ പറഞ്ഞല്ലോ, സന്ദീപിനോട് പറഞ്ഞു ജീവന് ഹാനി ഉണ്ടെങ്കിൽ മാത്രം കണ്ടുവിളിക്കുക. തിരിച്ചേട്ടൻ എന്നോട് പറഞ്ഞു ഒരു വെള്ളച്ചാട്ടം, അതിന്റെ കളർ വെള്ളയത് ആയത് മഞ്ഞായത് നീ ശ്രദ്ധിച്ചോന്ന് ചോദിച്ചു എന്നോട്. അത് അത്രയും കുത്തൊഴുക്ക് വന്ന് അടുത്ത സീനാവുമ്പോഴേക്കും കുത്തി ഒഴുകി വെള്ളം അത്രയും ഇതായി. ഇപ്പൊ റോപ്പുണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും പേരുടെ ഒരു ജീവൻ റിസ്ക് ആക്കുന്ന ഒരു ഇതല്ലേ. സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൈവിട്ട കളി കളിച്ചു എന്നല്ല പറയണേ. നമുക്ക് ഫൈറ്റേഴ്സ് ടീമിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു, സേഫ്റ്റി റോപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ മൂക്കിലും വയലും വെള്ളം കയറുന്നത് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഒരു ക്ലിഫിന്റെ അറ്റത്ത്, ക്ലിഫല്ല ഒരു വാട്ടർഫോളിന്റെ മറ്റേ ഫോളിന്റെ എക്സാക്ട്ലി അവിടെ തന്നെ കിടക്കുന്ന രീതിയിലുള്ള പൊസിഷൻസ് ഉണ്ടല്ലോ, അവിടേക്ക് വെള്ളം അടിച്ച് കയറും. ഇത്രയും ഫോഴ്സിലും അല്ലേ ഞാനത് ചോദിക്കായിരുന്നത്. ഒരു മോളിൽ നിന്നുള്ള ഒരു ഷോട്ടിൽ രണ്ടുപേരെ വാട്ടർഫോളിലുണ്ട്, അത് എങ്ങനെ ചെയ്തു ലാസ്റ്റ് ഡേന്റെ ഷോട്ടിൽ ആക്ച്വലി നമ്മള് സന്ദീപ് കുളിക്കുന്ന ഒരു സീനില്ലേ, അതിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് ഇറങ്ങി വരുമ്പോഴാണ് ഫുൾ വെള്ളം കയറിയിട്ട് പോയി. അത് ഐ തിങ്ക് ഒരു വിത്തിൻ 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം ഫില്ലായി. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു മഴ വന്നിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ സമയം നിൽക്കരുത് എന്നുള്ള. കുറച്ച് സമയമായിട്ടുള്ളൂ, പിന്നെ അത്രയും ഫോഴ്സിൽ വെള്ളം കയറി പോയി. അപ്പോൾ അത്രയ്ക്ക് റിസ്ക് ആയിരുന്നു. നമ്മൾ പിന്നെ അപ്പം കണ്ടിട്ടില്ല, അപ്പോൾ അതിൻ്റെ ടെൻഷൻ അറിയില്ല. ഇപ്പോഴാണ് അയ്യോ. മലേഷ്യ ആയിട്ട് നിങ്ങൾ കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് കാണിച്ച്. നമുക്കറിയില്ല അത് എവിടെയാണ്, പക്ഷെ നിങ്ങൾ പറയില്ല എന്ന് പറയാം. എന്നാലും അത് സെറ്റ് ചെയ്യുന്നത് അത് ഇങ്ങനെ ആയിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ചുമ്മാ അതുവഴി നടക്കുമ്പോൾ വേറെ ഏതോ ഒരു ലൊക്കേഷൻ തപ്പിയിട്ട് അതുവഴി നടക്കുന്ന സമയത്ത് ഇവിടെ സെറ്റ് ഇട്ടാലോ എന്ന് തോന്നി റാൻഡംലി. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. പക്ഷെ എഴുതുന്ന സമയത്ത് ഉള്ളിലെ DOP കണ്ടിരുന്നു ഇങ്ങനെ ആ സ്ഥലം? ഇതൊക്കെ തന്നെയായിരുന്നു നെസസിറ്റി ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരു വാട്ടർ ഫ്രണ്ട് ഇങ്ങനെയായിരിക്കും, അതൊരു പുഴയുടെ കൈവഴി പോലെ തോന്നിക്കുന്നതായിരിക്കണം, മെയിൻ പുഴ തന്നെ ആയിരിക്കണം എന്നില്ല. ഇതൊക്കെ ഈ എക്സ്റ്ററീസ് എന്താ ട്രിബ്യൂട്ടറീസ് എന്താ പറയുന്ന അറിഞ്ഞൂടാ, അതൊക്കെ ചെന്ന് ചേരുന്ന മറ്റൊരു വലിയ പുഴ അപ്പുറത്തുണ്ടാവുമായിരിക്കും. അപ്പം അതിൻ്റെ ഏതൊരു കൈവഴിയിലുള്ള ഒരു തുരുത്ത്, മേ ബി ഒരു മുക്കോൺ തുരുത്ത്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഡിസ്ക്രിപ്ഷൻസ് ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ നെസസിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അതേപോലത്തെ സ്ഥലം തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ആർട്ട് വർക്കിൽ സജീഷ് താമരശ്ശേരിയാണ് ആർട്ട് ഡയറക്ടർ. പുള്ളിയുടെ ആർട്ട് വർക്കിലത്തെ ഡീറ്റെയിലിങ്ങും ടെക്സ്ചറിങ്ങും സീസണിങ് അതിലൂടെയാണ് അതിന് ഇത്രയും ബിലീവബിലിറ്റിയും കൺവിക്ഷനും ഇപ്പം നിങ്ങളിപ്പോൾ എടുത്ത് ചോദിക്കാൻ പാകത്തിൽ ഉള്ളൊരു റിസൾട്ടിലേക്ക് അതിന് എത്തിച്ചത് പുള്ളിയുടെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ആണ്. ഞാനിത് പറയുമ്പോഴൊക്കെ ഇങ്ങനെ പോകുന്നത്, ഒരു വർഷം മുമ്പ് ബാഹുലേട്ടൻ തന്നെ എന്നോട് കിഷ്കിന്ത വീട്
ഒരു റൂമില്ല, റൂം ഉണ്ടാക്കി എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ ആ കോണിപ്പടി കയറി മുകളിൽ വിജയരാഘവൻ ചേട്ടൻ നിൽക്കുന്നു പറയുന്ന ആ നരേഷൻ എന്റെ മനസ്സിൽ കൂടെ ഇപ്പൊ ഇങ്ങനെ പോയി. അതുപോലെ തന്നെ പറഞ്ഞപ്പോ പെട്ടെന്ന് അത് ഇപ്പോഴും ആ വീടില്ല, അത് അവിടെ വീടും ഇല്ല, ആ മരങ്ങളും ഇല്ല. അവിടെ ആ വീടിന് ചുറ്റും ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചോളൂ, മരങ്ങളായിട്ട് കാണുന്ന എല്ലാം സജീഷ് ഭായി വെച്ച മരങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് വെച്ച പോലും കൂടെ അല്ല, പുള്ളിയുടെ ഓൺ ഇതായിരുന്നു. ഞാൻ ആ പുള്ളി ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. എല്ലാം ഇപ്പോൾ ഇനീഷ്യലി എൻ്റെ പ്ലാനുള്ള സമയത്ത് ഓരോരോ സ്റ്റേജിൽ പുള്ളി വിളിച്ചുകൊണ്ടുപോയി കാണിക്കും, എല്ലാം ഇങ്ങനെ തന്നെയല്ലേ, ഇത് നമുക്ക് ഓക്കെ അല്ലേ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒന്ന് സ്കെലിട്ടണൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളത്തേക്ക് ഇനി ഫൈനലായി കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ എ കൺസിഡറബിൾ ഗ്യാപ്പിന് ശേഷമാണ് വീട് കാണാൻ വേണ്ടി പോകുന്നത്. പോകുന്ന സമയത്തേക്ക് ഈ കൽപ്പടവ്, മരങ്ങൾ, ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ലാത്ത ഒത്തിരി ആഡ് ഓൺസ് പുള്ളി അതിൽ വെച്ചു. അപ്പോൾ അത് ആ ഒരു എക്കോസിസ്റ്റം അതിൽ ബിൽഡായി. അതർവൈസ് അവിടെ വെറുതെ പ്ലേസ്ഡ് ആയിട്ടൊരു വീട് മാത്രം ഇരുന്നേനെ. അത് പുള്ളിയുടെ വിഷൻ. ഹോൾ സറൗണ്ട് ലൈക്ക് ആ സ്റ്റെപ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടും. എന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നുണ്ട്, എപ്പോഴോ യൂസ് ചെയ്തിട്ട് എപ്പോഴും ഉണ്ടാക്കിയ. അപ്പോൾ അങ്ങനെ അത്രക്കും ഡീറ്റെയിൽ ആയിട്ടാണ് അതിൽ ചിലതെല്ലാം ഈ നമ്മുടെ കല്ലുമലുള്ള ഫംഗലല്ലോ, ക്രീപ്പേഴ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് തന്നെ മനസ്സിലായല്ലോ ഇതൊരു ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കവല സ്ക്രാച്ചാണ്, ഫ്രം സ്ക്രാച്ചാണ്, ഒന്നുമില്ല അവിടെ, വെറുതെ ഒരു വളവ് റോഡ് മാത്രമേ ഉള്ളൂ. ഒരു മലയിറക്കമുണ്ട് കുറച്ച് ആളുകളെ. ഈ മല ഇറങ്ങുന്നത് നമുക്ക് കാണുമ്പോൾ അത് ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എങ്ങനെയായിരുന്നു? അത് നമ്മൾ ഈ ക്യാമറയിൽ നമ്മൾ അത്രയും ഇതാക്കുന്നതാണോ, അല്ലെങ്കിൽ അത് അത്രയും സ്റ്റീപ്പായിട്ടുള്ള മല തന്നെയായിരുന്നു? അതേ സ്റ്റീപ്നെസ് നിങ്ങൾ കാണുന്ന അതേ റിസ്ക് നമ്മളെല്ലാം ഇപ്പോൾ ബാവുല ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാവുല ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാം പ്രിക്കോഷനിലും ഒക്കെ ഒരു ഫസ്റ്റ് അങ്ങ് ഇറങ്ങി ഓടുകയാണ് നമ്മൾ. അപ്പോൾ മോനെ എന്താ പറയുക, എന്തെങ്കിലും ചെറിയ രീതിയിൽ അല്ല, ക്യാമറ ഇല്ല, ഫസ്റ്റ് നമ്മൾ ഓക്കെ ഇവിടുന്ന് ഏത് ഷോട്ട് എടുക്കണം, ഏത് ആംഗിൾ എടുക്കണം എന്നുള്ള രീതിയിൽ ആദ്യം ഇറങ്ങുമല്ലോ. ആദ്യം ഇവനല്ലേ ഇറങ്ങട്ടെ, അത്രയും സ്റ്റീപ്പാണ്. അപ്പം നമ്മളിവിടുന്ന് അയ്യോ ഒന്നെന്ന് പറഞ്ഞാൽ ആ മലകളിൽ പല ഈ ടൂറിസ്റ്റുകളിലും വന്നിട്ട് കുറേ കുപ്പിച്ചില്ലുകൾ എല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഡേഞ്ചറസും ഉണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചവിട്ടുകയോ അല്ലെങ്കിൽ പിടിക്കുകയോ ചെയ്തിട്ടുണ്ട്. ചില ദിവസം കുപ്പിയിൽ കൈമുറിയാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പാമ്പുകൾ ഉണ്ടാവാം. പക്ഷെ അങ്ങനത്തെ സ്ഥലത്ത് പെട്ടെന്ന് ഇറങ്ങുന്ന എന്തോ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതെല്ലാം ശരിക്കും ഇവരെന്നെ ഫുള്ള്, പക്ഷെ പ്രിക്കോഷൻ ഉണ്ടായിരുന്നു. ഫുള്ള് ഇതെല്ലാം ഇട്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഡേഞ്ചറസ് തന്നെയായിരുന്നു. എന്താണ് ജസ്റ്റ് ഒരു കല്ലെങ്കിലും തെന്നിയതായിട്ടുണ്ടെങ്കിൽ എല്ലാം ഹെക്ടിക് ആയിരിക്കില്ലേ എന്തായാലും ഇങ്ങനൊരു ലൊക്കേഷനിൽ ക്യാമറയും കൊണ്ട് ചെയ്യാന്നുള്ളത്? ഫിസിക്കലി ഭയങ്കര ഹെക്ടിക് ആയി പോകും. ഇല്ല, അതൊന്നും അറിയാറില്ല. അത് നമ്മൾ ആ ഫയറിലങ്ങ് പോവും. പിന്നെ എല്ലാവരും ചാർജ് ആയിട്ട് നിൽക്കുന്നുണ്ടേ. എന്താ പറയുക, ഈസി നടക്കുന്ന ഒരു കാര്യം നടത്തിയെടുക്കാൻ ചിലപ്പോൾ നമ്മൾ ലേസി ആയിട്ടായിരിക്കും ചിലപ്പോൾ നിൽക്കുക. അങ്ങനെ ഇപ്പോൾ ഈ റൂമിൽ ഷൂട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ നമ്മൾ ഇത്രയും ഒരു ആവേശം കാണിച്ചൊന്നും വരില്ല. ഓക്കെ, ഇരുന്നോ, ആർട്ടിസ്റ്റ് വന്നോ, റെഡിയായോ, ഓക്കെ ഷൂട്ട് ചെയ്യാം എന്നുള്ളതായിരിക്കും. പക്ഷേ ഒരുപാട് ചലഞ്ചുകളും പെട്ടെന്ന് അടുത്ത 10 മിനിറ്റ് മഴ വരാൻ പോവുകയാണെങ്കിൽ ഇതിപ്പോൾ കിട്ടിയാലേ കിട്ടി, ഇനി കിട്ടൂല എന്ന് പറയുന്നൊരവസ്ഥയാണെങ്കിൽ ആ സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു അഡ്രിനാലിൻ റഷ്, ആവേശമുണ്ട്. അതൊന്ന് നടക്കില്ല എന്ന് തോന്നുന്നൊരു സാധനം നടത്തിയെടുക്കാൻ ഉള്ള ഒരു ആവേശമാണ്. അത് നടത്തി കിട്ടുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡോപ്പമിൻ റിലീസാണ്. ആ ഡോപ്പമിൻ സീക്കിയിട്ടാണ് എല്ലാം വർക്ക് ചെയ്യണം. അപ്പോൾ അത് ത്രൂ ഔട്ട് പടത്തിലായിരുന്നു. ആകെപ്പാട് അതിൽ റിസ്ക് അല്ല, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് കാലാവസ്ഥ ഉച്ചയ്ക്ക് ശേഷം എന്നും മഴയും കോടയും ആയിരിക്കും. അപ്പോൾ ഒരു ദിവസം ചാർട്ട് ചെയ്ത് മൊത്തം 2 മണിക്ക് മുന്നേ തീർക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു മരണപ്പാച്ചിലാണ് നമുക്ക് എല്ലാ ഷോട്ടുകളും ഷൂട്ട് ചെയ്യേണ്ടി വരാറ്. അപ്പം അതുകൊണ്ട് നമുക്ക് പീസ്ഫുള്ളായി മനസ്സിരുത്തി ഓരോ ഷോട്ടിനും അങ്ങനെ പോകാൻ പറ്റാറില്ല. ഇങ്ങനെ ഒരു ബോധപൂർവ്വമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഔട്ട്ഡോറിലെ നൈറ്റ് അധികം ഉണ്ടായിരുന്നു. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ ഒരു കുറച്ച് സീൻസ് എഴുതി വരുമ്പം തന്നെ എഴുതി വന്നപ്പോൾ തന്നെ ക്ലിയർ, ഇത് നേരെ ചൊവ്വയുള്ള ലൊക്കേഷനിലല്ല ഇതിൻ്റെ ഷൂട്ട് നടക്കാൻ പോകണം എന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ലോജിസ്റ്റിക്സിനെ കുറിച്ചുള്ള അവയർനെസ് വന്നു. അങ്ങനെയുള്ള ലൊക്കേഷനിൽ ഒരിക്കലും റോഡ് സൈഡിൽ നമുക്ക് കിട്ടൂല. ഈ പീരീഡ് കാലഘട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് പാരയാവുന്ന രീതിയിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക, കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നും നമുക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ സ്ഥലത്ത് നമുക്ക് കിട്ടൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി നിർത്തി ചിലപ്പോൾ ഒരുപാട് സമയം സാധനങ്ങളൊക്കെ വലിച്ച് കയറ്റി ആർട്ടിസ്റ്റിനെ എത്തിച്ച് എക്യുപ്മെൻറ്റ്സ് എത്തിച്ച് അതിനൊക്കെ ഒരു സമയമുണ്ട്. രാവിലെ തന്നെ ഈ ക്രൂവിനെ മൊത്തം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 1.5 hours ഒരു ടാസ്ക് ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ സാധനങ്ങളൊക്കെ തിരിച്ച് താഴോട്ട് ഇറക്കണ്ടേ. അപ്പോൾ എത്ര കണ്ട് ഷൂട്ട് ലേറ്റ് ആകുന്നോ അത്ര കണ്ട് ഇതൊക്കെ തിരിച്ച് താഴെ ഇറങ്ങാനും ലേറ്റ് ആവും. 9 മണി വരെയാണ് നമുക്കൊരു കോൾ ഷീറ്റ് സമയം. അപ്പോൾ 9 മണിക്കാണ് നമ്മൾ പാക്കപ്പ് ചെയ്യുന്നതെങ്കിൽ
പിന്നെ ഇവർക്ക് അതൊക്കെ പാക്ക് ചെയ്യാം. രാത്രി സമയത്താണെങ്കിൽ പകൽ സമയത്ത് പോലെ സാധനങ്ങൾ ഷിഫ്റ്റിംഗ് എളുപ്പത്തിൽ നടക്കുകയും ചെയ്യില്ല. ഡേ ടൈമിൽ 1.5 മണിക്കൂർ നടക്കുന്ന സമയം രാത്രി ചെയ്യണമെങ്കിൽ 2.25 മണിക്കൂർ എടുക്കും. അപ്പോൾ ഒരു 10-9 മണിക്ക് പാക്കപ്പ് ആയി കഴിഞ്ഞാലും 11:15 വരെയും നമ്മുടെ വർക്കേഴ്സ് എല്ലാവരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഷൂട്ട് തുടങ്ങാൻ വൈകും. ഇത് ആഡ് ഓൺ ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് ചിലപ്പോൾ ടോട്ടാലിറ്റിയിൽ ചിലപ്പോൾ ഒരു 5-10 ദിവസം എക്സ്ട്രാ ഷൂട്ടിംഗ് ഡേയ്സ് വേണ്ടി വരും എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ധാരണ ആദ്യമേ ഉള്ളതുകൊണ്ട് ഒരു 3-4 സീൻ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ധാരണ ഉള്ളതുകൊണ്ട് അതിനെയും കൂടെ കൺവീനിയൻ്റ് ആക്കി നമുക്കൊരു 7 മാക്സിമം പോയി കഴിഞ്ഞാൽ 7-7:30-8 മണിക്കുള്ളിൽ പാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും കണ്ടീഷനിലായിരിക്കണം പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നൈറ്റ് വന്നാലും ഒത്തിരി പുഷ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് ആകെപ്പാടെ 3 നൈറ്റ് സീൻസ് എങ്ങാണ്ട് ഉള്ളൂ ഈ പറഞ്ഞ വീട്ടിലൊക്കെ. ഒന്ന് ഈ തട്ടുംപുറത്തെ 2 സീനുകൾ, പിന്നെ കുര്യച്ചൻ ഉൾപ്പെടുന്ന ഒരു സീൻ, അത് മാത്രം. അത് ഡേയിലാണ് ഷൂട്ട് ചെയ്തത്. കുര്യച്ചൻ്റെ സീൻ ആക്ച്വലി ഡേ ടൈമിലാണ് ഷൂട്ട് ചെയ്തത്, ലൈറ്റ് കൺട്രോൾ ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. പിന്നെയുള്ള നൈറ്റ് സീൻ അശോകേട്ടൻ്റെ വീട്ടിലുള്ളൊരു സീനാണ്, അതൊരു കുഞ്ഞു സീനാണ്. മറ്റേ പടത്തിൽ നൈറ്റ്സ് ഇല്ല. ആനുവൽ ട്രിലജി, ബാഹുൽ രമേശ് ആനുവൽ ട്രിലജിയിലെ ഫൈനൽ പാർട്ട്, ബാഹുലേട്ടൻ്റെ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കിഷ്കിന്ധേൻ്റെ സമയത്ത്, ഇപ്പം എല്ലാവരും വിചാരിക്കും കിഷ്കിന്ധയുടെ സമയത്ത് നിങ്ങൾ രണ്ടുപേരുടെ ഇൻ്റർവ്യൂ അല്ലല്ലോ ചിലപ്പോൾ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവുക. അതിന് കാരണം ഒന്നും ദിഞ്ചിത്തേട്ടൻ വന്നിരുന്നു, പക്ഷേ ദിഞ്ചിത്തേട്ടൻ്റെ ഡോഗിന് വയ്യാണ്ടായിരുന്ന ഒരു സമയമായതുകൊണ്ട് ബാഹുലേട്ടൻ മാത്രം എൻ്റെ ഇൻ്റർവ്യൂവിന് ഇരിക്കുകയും ദിഞ്ചിത്തേട്ടൻ പുറത്തിരിക്കുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇവിടെ എത്തുമ്പോൾ കണക്റ്റ് ആവുന്നുണ്ട്, ഒരു പെറ്റ് ലവർ ആണ് എന്നുള്ളത്. പിന്നെ നമ്മൾ സംസാരിക്കുകയും ചെയ്തു ആ ഡോഗിൻ്റെ ഒരു പോയതൊക്കെ. ഈ കഥ കേട്ടപ്പോൾ ആ ഡോഗ് എന്നുള്ള എലമെന്റ് എത്രത്തോളം? ഞാൻ ഭയങ്കരമായിട്ട് പെറ്റ് ലവറാണ്. ലൈക്ക് വീട്ടിൽ കുറേ നായ്ക്കളുണ്ട്. ഇപ്പോൾ ഇല്ല ആക്ച്വലി. ലാസ്റ്റ് ആണ് അന്നത്തെ മരിച്ചുപോയത്. അപ്പോൾ അത് ഞങ്ങൾ അതിനെ സുഖമില്ലാണ്ട് എറണാകുളത്തേക്ക് കൊണ്ടുവന്ന് വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അത്രത്തോളം നമ്മൾ അതിനെ ലൈക്ക് ഇഷ്ടപ്പെടുന്നു, തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ എല്ലാ രീതിയിലും നായി മാത്രമല്ല, കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കുറേ കാലം മുന്നേ. ഈ ഗിനിപ്പന്നി, ആമ, ഇങ്ങനത്തെ എല്ലാം സാധനങ്ങൾ വീട്ടിലുണ്ടായിരുന്നു, മുയൽ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര കണക്റ്റായി എന്നുള്ളതാണ്. എന്താ പറഞ്ഞാൽ അതാണ് ഞാൻ പല ഇതിലും മനസ്സിലാക്കിയത്, നമ്മൾ അടുത്ത് പോകുമ്പോൾ അത് ഭയങ്കര കണക്റ്റാവും. ലൈക്ക് ഞാൻ എപ്പോഴും നോക്കുക, നമ്മൾ ബിസ്ക്കറ്റോ എന്തൊക്കെ സംതിങ്, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വിളിച്ചാൽ തന്നെ നായ്ക്കൾ വരും. ഇത് മാത്രമല്ല, എനിക്ക് ഇതിൽ വേറൊരു കാര്യം പറയേണ്ടത്, നമ്മൾ പലപ്പോഴും ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു നായുടെ പ്രസൻസ് ഉണ്ടാവും. ഷൂട്ടിന് ശേഷവും ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഇങ്ങനെ നായി നിന്നിട്ടുണ്ടാവും, നോക്കുന്നുണ്ടാവും. അത് എന്താ കാരണം എന്നും അറിയില്ല. ഇപ്പോൾ ഈവൻ ഇപ്പോഴും അധികം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും, ഏതെങ്കിലും നായി വന്നിട്ട്, കഴിഞ്ഞ ദിവസം ഓർമ്മയില്ല, നമ്മൾ ഹോട്ടലിൽ എല്ലാ ക്രൂവും നിൽക്കുമ്പോൾ ഒരു നായ് വന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ എന്തോന്നറിയില്ല, നായ എന്തോ കണക്ഷൻ ഇതിനോട് ഭയങ്കര. അതെ അതെ, ഇതിൽ വന്നിട്ടുള്ള നായ്ക്കൾ നിങ്ങൾ ബ്രീഡ് സ്പെസിഫൈ ചെയ്യുന്നില്ല, സിനിമയിൽ പറയുന്നില്ല, പക്ഷെ അതിന് വളരെ പ്രത്യേകതകളുള്ള, വളരെ അഗ്രസീവായ കുറെ അതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഇത് 1-2 അല്ല, ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു നായ 2 നായയിൽ ഒരുപാട് നായ്ക്കളെ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നു, അത് ട്രാവൽ ചെയ്ത് അതിനെ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൊക്കേഷനിലും കൂടെ ആണല്ലോ, നായയുടെ ജീവനും റിസ്ക് ഉള്ള ലൊക്കേഷനാണ്. പിന്നെ അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ പീക്കിൽ അഗ്രഷൻ കാണിക്കുന്ന, നമ്മളല്ലാതെ പെറ്റ്സിനെ KCF-ലുള്ള പോലെ പോലും അല്ല. ഈ നായ്ക്കളെ ഈ സിനിമയുടെ ഭാഗമാക്കുന്ന ഒരു ജേണി എങ്ങനെയാ? അതല്ലേ, ഇത് മെയിനായിട്ട് നമുക്ക് നായ്ക്കളുടെ സ്പെസിഫൈ ആയിട്ട് ഒരു നായ്, ഒരു സിഗ്നിഫിക്കൻറ്റ് നായ് വേണം അതിൻ്റെ. അപ്പോൾ നമ്മൾ ചർച്ചയിൽ എന്ത് തരം നായ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മലേഷ്യയിലുള്ള ഒരു ബ്രീഡാണ്. അപ്പോൾ അതിനൊരു യൂണിക്നെസ് ഉണ്ടാവണം, നമ്മൾ കാണുമ്പോൾ അതിൻ്റെ കളറോ അല്ലെങ്കിൽ പാറ്റേണോ. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരേ ഒരു കളറിൽ തന്നെ പോകാമെന്നുള്ള ഒരു ചർച്ച വന്നു. ഒരേ കളർ, അപ്പോൾ ഏത് കളറാണ്? അപ്പോൾ ജിജീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോഗ് ട്രെയിനർ, ട്രിവാൻഡ്രത്തുള്ള വാലാട്ടി എന്ന് പറഞ്ഞ പടത്തിലുള്ള ട്രെയിനറാണ്. അപ്പം മൂപ്പരോട് സംസാരത്തിന് മൂപ്പർ പറഞ്ഞു ഓക്കെ, നമുക്ക് വേറെ ഏതോ ബ്രീഡ് പറഞ്ഞു, നമുക്ക് നോക്കാൻ ട്രൈ ചെയ്യാം. പക്ഷെ നമുക്ക് ടൈം പീരിയഡ് ഭയങ്കര കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 2 മാസത്തിലായിട്ട് നമുക്ക് തുടങ്ങണം, ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ജിജീഷ് ഞാൻ നോക്കിയിട്ട് പറയാം, നമുക്ക് ഏതെങ്കിലും സ്പെസിഫൈ ആയിട്ട് ഏതെങ്കിലും കളറുള്ള നായ നോക്കാം. അപ്പോഴാണ് ഒരു ബ്രീഡിൻ്റെ നെയിം പറയുന്നത്. നോക്കി, ഇങ്ങനത്തെ ഒരു ബ്രീഡുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഡിന് അയാൾ അന്വേഷിച്ചപ്പോൾ ഒരു നായ്ക്ക് ഒരു 40,000 ഉറുപ്പിയാണ് പറയുന്നത്. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. എന്താ പറഞ്ഞാൽ 40,000 നമുക്ക് കുറേ നായ്ക്കളെ വേണം. അപ്പോൾ അത് പ്രൊഡക്ഷൻ വൈസ് ഭയങ്കര കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ AD-നെ കൊണ്ട് ആ സ്ഥലം ഒന്ന് അന്വേഷിപ്പിച്ച് അവിടുത്തെ കനൽസിലുള്ള നായ്ക്കളെ ഒരു കളക്ഷൻ, എത്ര നായ്ക്കളുണ്ട്, എവിടെ നിന്നെല്ലാം നമുക്ക്
അപ്പോൾ അവിടുത്തെ പ്രൈസ് നോക്കുമ്പോൾ അവർ ഡയറക്റ്റായിട്ട് അന്വേഷിച്ചപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ചെറിയ പൈസക്ക് എന്താ പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള അന്വേഷണത്തെ വിളിച്ചപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ എന്തോ ഇത് കാരണം കൊണ്ടാണെന്നുള്ള മനസ്സിലായപ്പോഴാണ് ഈ 40 പ്രൈസ് കൂട്ടിയത്. അപ്പോൾ പിന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് അന്വേഷിച്ച് ഒരു 40ഓളം നായ്ക്കളെ സെലക്ട് ചെയ്തു. എന്നിട്ട് ജിജേഷിനോട് അങ്ങോട്ടേക്ക് പോയിട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ജിജേഷ് പോയി സെലക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 9ഓളം എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടികളെ ഇവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ എഡൽട്ട് ഹുഡിൽ കൂടുതൽ അത് അനുസരിക്കില്ല. അപ്പോൾ ജിജേഷ് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 to 1.5 വയസ്സിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ എന്നിട്ടും അതിൽ നിന്ന് 40 ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ നായ്ക്കളെ ഒരു 9 or 10 നായ്ക്കളെയാക്കി മാറ്റി. ആ നായ്ക്കളാണ് ഇപ്പോൾ ഉള്ളത്. അവർ അതിനുശേഷം അവരുടെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നു. അവിടുന്ന് ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ഈ ട്രെയിനിങ് സമയത്ത് ഓരോ ചെറിയ നമ്മൾ അതിൻ്റെ ഓരോ സീൻ വൈസുള്ള അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം വേണ്ട ആവശ്യമുണ്ട്, എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യേണ്ടെങ്കിൽ ജമ്പ് ചെയ്യണം, ഓടുന്നുണ്ട്, പിന്നെ അഗ്രസീവ്നെസ് കാണണം, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഓരോ സമയം ജിജേഷ് ഇതിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വീഡിയോസ് ചെയ്ത് നമുക്ക് അയച്ചു തരും. അപ്പം നമുക്കുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ സീനിൽ ചില നിങ്ങൾ കാണില്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പല സാധനങ്ങളും ചെയ്തിട്ടുണ്ട്, നായ്ക്ക് റിസ്ക് ആവുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെ ചെയ്യുന്നുള്ള ഭയങ്കര കൺസേൺ ഉണ്ട്. എന്നാൽ ഒന്നും പറഞ്ഞാൽ ഈ നാടൻ പട്ടികൾ ഒന്നും കൂടുതൽ അനുസരിക്കാത്തതും എല്ലാം നമ്മൾ ഈ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയം വരെ ഞങ്ങൾ ഭയങ്കര ടെൻഷനില്ല. അപ്പോൾ ഓരോ സമയം ജിജേഷിനെ ചോദിക്കും എന്തായി എന്ന് ചോദിച്ചിട്ട് മൂപ്പര് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ മൂപ്പരെല്ലാം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, ഭയങ്കര നല്ല ട്രെയിനർ ജിജേഷ്. അപ്പം പറഞ്ഞ എല്ലാം ശരിയാക്കി തരാം ആ സമയത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷൂട്ടിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഫുൾ നായ്ക്കളെ ഷിഫ്റ്റ് ചെയ്തു നമ്മുടെ ലൊക്കേഷനിൽ. അവിടെ നിന്ന് ബാക്കിയുള്ള നായ്ക്കളെ താമസമായിരുന്നു. എനിക്കൊന്ന് ഷൂട്ടിന്റെ ഷൂട്ടിംഗ് സെറ്റിലല്ല, അവർക്കായിട്ട് നമ്മളൊരു വീട് മല കയറ്റി കാട് കയറി കൊണ്ടുപോകണത് ഓരോ അതെല്ലാം വേറെ വഴിയില്ല, അതെല്ലാം കൊണ്ടുപോകണം. ഇവിടെ ഇത്ര എണ്ണത്തിന് നിങ്ങൾ ഓൾറെഡി വേറെ കുറെ ടെൻഷൻസിലാവും. ഇത് നോക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇതിന്റെ കൺട്രോൾ ചിലപ്പോൾ നമ്മൾ ആനിമൽസിനെ വെച്ച് ചെയ്യുമ്പോൾ പറയില്ലേ, ഒന്നിന്റെ മൂഡ് മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ചില ഗ്രൂപ്പിസം നടക്കും. ഇതില് ഇപ്പോൾ ഒരു പെണ്ണും ഒരു 2-3 ആണുങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ പെട്ടെന്ന് ഒരു ഗ്രൂപ്പായിട്ട് മാറും, പിന്നെ വേറൊരു ഗ്രൂപ്പായിട്ട് തിരിയും. അപ്പം ഇത് അടി തുടങ്ങും. അത് ഭയങ്കര കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും ഇത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തുടങ്ങും, ഇതിന് ട്രിഗർ ആവും. എന്തോ സംതിങ് ട്രിഗർ ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും, കടിക്കാൻ തുടങ്ങും. അങ്ങനെ പലപ്പോഴും നമുക്ക് നിർത്തേണ്ടി വന്നിട്ടുണ്ട് ഷൂട്ട്. അപ്പോൾ അതിനുശേഷം ഇവർ പാച്ചപ്പ് ചെയ്തിട്ട് അതിനെന്തെല്ലോ ചെയ്ത് അവർക്ക് പല ട്രിക്കും ഉണ്ട്. എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഈ അഗ്രസീവ്നെസ് എല്ലാം കാണിക്കേണ്ട ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ടോട്ടലി മുഖം ഫേസെല്ലാം മാസ്ക് ചെയ്തിട്ട് ഒരു ചെറിയ ടോയ് ഉണ്ട്. ഈ ടോയിൻ്റെ ഉള്ളിൽ ഈ ശബ്ദം ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ കരച്ചിലില്ല. ഇത് കാണിക്കുമ്പോൾ ഇതിന് ഭയങ്കര ദേഷ്യം പിടിക്കും. ഈ ദേഷ്യമാണ് നമ്മൾ കൂടുതൽ അഗ്രസീവ്. അതെല്ലാം ക്ലോസ് അപ്പ് ഷോട്ടിലെല്ലാം വന്ന സാധനം. അവിടെ ബാഹുലേട്ടൻ ക്യാമറയും കൊണ്ടുപോകുന്നില്ലേ. സന്ദീപ് എന്നുള്ള ആക്ടർ കാസ്റ്റിംഗിൽ സന്ദീപ് തന്നെ തുടങ്ങാം. ഒരു ലുങ്കി അല്ലെങ്കിൽ കയ്യിൽ കൊടുത്ത ഒരു ആ കാലഘട്ടത്തിൽ അവിടെ എങ്ങനെ ഒരു മനുഷ്യൻ ബിഹേവ് ചെയ്യുന്നോ അതുപോലെയാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ലുങ്കി കൊടുത്ത് നടക്കുക അത്ര ചെറുതായിട്ടല്ല. സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം പിയൂസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അയാൾ നിൽക്കുന്ന ടെറൈനിൽ അയാളുടെ കോസ്റ്റ്യൂം എത്രമാത്രം യൂസ്ഡ് ആയിരിക്കണം, ഇങ്ങനെ ഒരു മനുഷ്യനാണെന്ന് തോന്നണം. അപ്പോൾ പുതിയൊരു ഈ കാലഘട്ടത്തിലൊരു യങ്സ്റ്റർ ചിലപ്പോൾ അവിടെ മുണ്ടെടുത്ത് പോയാൽ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് മുഴച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്, യൂസ്ഡ് അല്ല എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് സന്ദീപിന് ഇത്രയും തഴക്കം പഴക്കമുള്ള അവിടെ ഉള്ള ആളാക്കി മാറ്റിയത്? സന്ദീപ് എങ്ങനെയായിരുന്നു അത് പീസായി മാറുന്നത്? അതല്ലേ, ഇതെല്ലാം ടോട്ടൽ അവൻ്റെ ഔട്ട്ലുക്ക് തന്നെ മാറ്റിയതാണ്. എന്താ പറഞ്ഞാൽ ഇപ്പോൾ അതെല്ലാം സുജിത്ത് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനറിൻ്റെ ഒരു കഴിവുണ്ട്. എന്താ പറഞ്ഞാൽ കറക്റ്റ് അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ട ഡ്രസ്സസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ആദ്യം അവൻ്റെ ഷർട്ട് കുറച്ചും കൂടി ലൂസായിരുന്നു അല്ലേ, എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി സ്കിൻ ഫിറ്റാക്കി. അപ്പം തന്നെ ടോട്ടൽ ലുക്ക് മാറി. അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കില്ലേ, കുറച്ചൊന്ന് ലൂസ്, പൊടിക്ക് ലൂസായാൽ തന്നെ അതിൻ്റെ ഒരു കാലഘട്ടം മാറും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ന്യൂവാൻസ് കാര്യങ്ങളെല്ലാം. പിന്നെ ലൈക്ക് ഹെയർ ആക്ച്വലി ഫസ്റ്റ് തന്നെ സന്ദീപിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹെയർ കട്ടൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ളത് അങ്ങനെ വരണം എന്നുള്ളത്.
അപ്പോൾ ഫുൾ നല്ല ഹെയറോട് കൂടിയാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അവൻ കാണിച്ചു തന്നു, ചേട്ടാ ഇങ്ങനെയല്ലേ വേണ്ടതെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് എടുക്കുക നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ നിന്നായിരിക്കും എടുക്കുക. പക്ഷേ അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് സെൻറ്ററിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. ഈ സെൻറ്ററിൽ നിന്ന് ഒന്ന് മാറ്റിയപ്പോൾ തന്നെ കാലഘട്ടം മാറി, മനസ്സിലായില്ലേ? അങ്ങനെ ചെറിയ 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 സാധനങ്ങൾ തന്നെ അവൻ ടോട്ടലി അവൻ്റെ ലുക്ക് മാറി. പിന്നെ ബാക്കിയുള്ളതെല്ലാം അവൻ ടോട്ടലി ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 ഡേയ്സിൽ തന്നെ സന്ദീപ് പ്യൂസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ഹെൽഡ് പറഞ്ഞപ്പോഴാ അങ്ങനത്തെ ടെറൈനിൽ ഹാൻഡ് ഹെൽഡ് ആയിട്ട് വെക്കാന്ന് പറയുന്നതിലൊരു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ കിട്ടണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്കും ഒരു റിസ്ക് ഉണ്ട്. ഇപ്പൊ നടക്കുന്നതാണ്, ബാക്കോട്ട് നടക്കുന്നതാണെങ്കിലും ഒക്കെ നേരെ തിരിച്ചാണ് ഫീൽ ചെയ്യാറുള്ളത്. വിചാരിക്കുന്ന രീതിയിൽ ഹാൻഡ് ഹെൽഡ് ചെയ്താലാണ് കിട്ടാറ്. അങ്ങനത്തെ ടെറൈനിലോ വെള്ളം അല്ലെങ്കിൽ ഉദ്ദേശം നമ്മുടെ ഫുൾ നമ്മുടെ കൺട്രോളിലല്ലേ ഉള്ളത്. നമുക്ക് അപ്പൊ എന്ത് നമുക്ക് ചിലപ്പോ ഇത് നടക്കുന്നതിൽ ഒരു പ്ലെയിൻ സർഫസിൽ നടക്കുന്ന എളുപ്പം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റി ഒരു ഇൻഡിവിജ്വാലിറ്റി ഐഡന്റിറ്റി ഒക്കെ ചിലപ്പോൾ ആ ഒരു ക്യാമറ ഓപ്പറേഷൻസിന് കിട്ടും. പിന്നെ നമ്മൾ വീഴുവാതിരിക്കാൻ ടേക്ക് കെയർ ചെയ്യാൻ നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്. എന്നെ പിടിക്കാൻ എൻ്റെ നടുവിന് സപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കൈ പിടിക്കുന്നുണ്ട് എവിടെയെങ്കിലും. പക്ഷെ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ടെറൈനിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് വിഷ്വൽസ് ബിഹൈൻഡ് ദ സീൻ കാണാറുണ്ട്. പക്ഷെ കാട്ടിലൊക്കെ അല്ല, അവിടെയാണ് എസ്പെഷ്യലി നമ്മൾ വിചാരിച്ച പോലെ കിട്ടാൻ ഹാൻഡ് ഹെൽഡ് ആണ് ഏറ്റവും എളുപ്പം എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. ബിക്കോസ് നമ്മൾ ട്രൈപോഡ് സ്റ്റാൻഡും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ഫ്രെയിമാണ് കിട്ടണേ. അത് ഒരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും തോന്നില്ല. പിന്നെ എനിക്ക് ഫിക്സഡ് ആയിട്ട് ഇതാണ് ഫ്രെയിം, ഇവിടെ തന്നെ നിന്ന് ആള് ചെയ്യണം, ഇങ്ങനെ തന്നെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഓർഗാനിക് ഉള്ളൊരു ലൈവ്നെസ് അതിനുണ്ടാവണം തോന്നാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ക്യാമറ പൊസിഷനും ഫിക്സഡ് ആയിരിക്കില്ല, ആർട്ടിസ്റ്റ് പൊസിഷനും ഫിക്സഡ് ആയിരിക്കില്ല. അവരെങ്ങനെ ഫേവർ ചെയ്യുന്നു അതിനനുസരിച്ച് ക്യാമറ അപ്പം എന്ത് തോന്നുന്നു, അപ്പം കയ്യിലും കാലിനും എന്ത് തോന്നുന്നു അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക. ആ ഒരു ഫ്രീഡത്തിനൊക്കെ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മുടെ ടൈറ്റ് കൺട്രോൾ തന്നെയാണല്ലോ, നമ്മൾ പിടിക്കുന്നത് തന്നെ വരുള്ളൂ. മറ്റൊരു സ്റ്റാൻഡിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്തൊരു ഏരിയയിലൊക്കെ ഇവർ അതിന് വേണ്ടി റീടേക്ക് പോകുന്നതിൻ്റെ സമയനഷ്ടത്തിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഇതെന്ന് വെച്ചാൽ ഒറിജിനലി നമുക്ക് ആവശ്യമുള്ളത് തന്നെ ഇതിൽ ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ആവുള്ളൂ. അത് നല്ലതോ മോശമോ എന്നുള്ളതല്ല, അത് പ്രേക്ഷകർ കണ്ടിട്ട് തീരുമാനിക്കുന്നത്. പക്ഷെ ആ പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് വാട്ട് വി ഫീൽ റൈറ്റ് അറ്റ് ദാറ്റ് മൊമെന്റ് എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പലപ്പോഴും റിയൽ ടൈം പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഞാനിപ്പോൾ ക്യാമറ ഒന്ന് ലെഫ്റ്റിലേക്ക് വരികയാണെ ഞാൻ വരുമ്പം തന്നെ ഒന്ന് ടുവേർഡ്സ് ക്യാമറ കുറച്ച് ടോപ്പ് ലുക്ക് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് റിയൽ ടൈം പറയുകയും അത് ഈ ആർട്ടിസ്റ്റ് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് അത് അങ്ങനെ കിട്ടുകയും ചെയ്യും. വല്ലാണ്ട് പ്ലാൻ ചെയ്ത് ചെയ്യാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കിക്ക്, ആ പ്രോസസ്സിനൊരു കിക്ക് ഉണ്ട്. അതിന്റെ ഔട്ട് കാണുമ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ട്രൈ ചെയ്യാറുണ്ട്. അതിൽ നോൺ മലയാളി ആർട്ടിസ്റ്റുകളെ കാര്യമാണെങ്കിൽ എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ തെറ്റിപ്പോവും. നമ്മുടെ Z5, പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള മ്ലാത്തി ചേർത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടർ, ഒരു മലേഷ്യൻ ക്യാരക്ടർ വരുന്നുണ്ട്. അതുപോലെ സൗരഭ് സച്ദേവിന്റെ വരുന്നുണ്ട്. ഇവരുടെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? വളരെ ക്രൂഷ്യൽ ആണല്ലോ ഈ കാസ്റ്റിംഗ്. സൗരഭ് സച്ദേവ്. അപ്പോൾ സൗരഭ് സച്ദേവ് ആക്ച്വലി നമുക്ക് ഈ ക്യാരക്ടർ, നമ്മുടെ അതിലുള്ള ക്യാരക്ടറിന് കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ രഘുവരനിലും പോലെ കുറച്ച് അയാളുടെ മാനറിസവും അങ്ങനെയുള്ള പല പടങ്ങളിലും പല ഡിഫറെൻ്റ് ഇങ്ങനെ കുറച്ച് ക്യാമിയോ ആയിട്ടുള്ള വരുന്ന ആൾക്കാരെ പോലെയുള്ള ഒരു ഡിഫറൻസ് തോന്നണം ഓഡിയൻസ്, പ്രതീക്ഷിക്കാത്ത ലുക്ക് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്വേഷണം ആദ്യം തന്നെ നമ്മൾ നമ്മൾ ഈ റീജിയണൽ ആക്ടർ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. മലയാളികൾ വേണ്ട, പുറത്തുള്ള ആരെങ്കിലും നോക്കാം. അപ്പോൾ തമിഴിൽ നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ അടുപ്പം തോന്നുന്ന ആളായിട്ട് നമുക്ക് എപ്പോഴും ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കാണണം. ഇയാൾ ഒന്നിക്കൽ അത് ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയി അതിൻ്റെ ഇൻബിറ്റിയും ഒന്നും തോന്നാൻ പാടില്ല. ഓക്കെ ഇയാൾ ഏത് തരത്തിലാണെന്നുള്ള. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരെ നോക്കിയാലോ എന്നുള്ള ഒരു തോട്ട് വന്നു. അപ്പോഴാണ് നമ്മളിങ്ങനെ ആനിമൽസിനെ പറ്റിയുള്ള ഇയാളുടെ പറ്റിയുള്ള ഡീറ്റെയിൽസും കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആക്ടേഴ്സിൻ്റെ. അപ്പോൾ അതിൽ ബെറ്ററായിട്ട് സൗരഭിനെ ഇതുവരെയായിട്ട് അങ്ങനെ കൂടുതൽ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഓൺലി നമുക്ക് ആനിമലിലും ജാനേ ജാന അങ്ങനെ കുറച്ച് പടങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നുന്നു ഓക്കെ ഇത് കുറച്ച് നമുക്ക് പറ്റിയ ആളാണ്. ബാക്കിയുള്ള പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ നല്ല രീതിയിൽ മീൻസ് നമ്മൾ ബഡ്ജറ്റ് വൈസും നമുക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ആക്ടറിലേക്കെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബഡ്ജറ്റ് കൂടി പോകും. അങ്ങനത്തെ എല്ലാം കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൊണ്ടും ഓക്കെ ആയി. അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡസ്റ്റെല്ലാറിൻ്റെ ആ ഒരു സ്കോറാണ് റെഫറൻസ് ആയി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം മുജീബ് ഖാനോട് പറയുമ്പോഴും മുജീബ് മജീദ് മ്യൂസിക് ഡയറക്ടർ എന്തെങ്കിലും റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇത്തവണ പുള്ളി റെഫറൻസ് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു റെഫറൻസ് ഉണ്ട് പക്ഷെ ഒന്നും പറയുന്നില്ല. ഇത്തവണ ഒറിജിനൽ
പുള്ളി ഒന്നും പറയാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്താണ് ഒറിജിനലായിട്ട് വരുന്നത് അത് പിടിച്ച് പോകാം. ചിലപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന റെഫറൻസിനെക്കാളും കിടിലൻ സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ റെഫറൻസ് കേൾപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഡയറക്ഷനിലേക്ക് മാത്രമല്ലേ പുള്ളി തുഴയുള്ളൂ. അപ്പോൾ വെറുതെ എന്തിനും ഒറിജിനലായിട്ടൊരു ഇൻക്രെഡിബിൾ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ മിസ് ചെയ്യാൻ ഞാൻ ഇവൻച്വലി അത് കറക്റ്റായിട്ട് വരികയും ചെയ്തു. ഇത് പറയുമ്പോഴും ആസിഫ് ഖാക്ക് അന്ന് റെഫറൻസ് ആയി സ്കോർ കൊടുത്തു പറഞ്ഞു. ആർട്ടിസ്റ്റിന് എന്തെങ്കിലും സന്ദീപിനോ അല്ലെങ്കിൽ ലാത്തിച്ചാടത്തേക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ റെഫറൻസ് കൊടുത്തിരുന്നു മ്യൂസിക്? സന്ദീപിനെ മാത്രം അറിയാം. ഞാനിപ്പോൾ ഈ ഇൻസെപ്ഷൻ ഇതിന്റെ ക്ലൈമാക്സ് എഴുതിയത് റൈറ്റിംഗ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ മ്ലാത്തിച്ചേടത്തിയും സന്ദീപും തമ്മിലുള്ള സംഭാഷണം, പാരലലി അപ്പുറത്ത് നേവിക്കാരനും സൈറിക്കയും തമ്മിലുള്ള സംഭാഷണം, ഈ സീക്വൻസ് എഴുതുന്നത് ഇൻസെപ്ഷനിലെ 528491 അത് തന്നെ ആ OST കേട്ടോണ്ടായിരുന്നു ആ സീൻ മൊത്തം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് എപ്പോഴോ ഷൂട്ട് തുടങ്ങി ഒരു 1-2-3 ദിവസം കഴിയുമ്പോൾ സന്ദീപ് ചോദിച്ചു ആ ഏരിയയിലൊക്കെ സ്കോർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സന്ദീപ് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് സ്കോറ് എന്നുള്ള രീതിയിൽ ഒറിജിനലായിട്ട് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. എഴുതുമ്പോൾ ഇത് കേട്ടോണ്ടായിരുന്നു എഴുതിയിരുന്നത്, അത് ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാം. അപ്പോൾ ഇത് പക്ഷേ ഒരിക്കലും നമ്മൾ മ്യൂസിക് ഡയറക്ടർ ഈ സാധനം മുൻകൂറായിട്ട് കേൾപ്പിച്ച് കൊടുക്കില്ല റെഫറൻസ് എന്നുള്ളത്. അവരുടെ ഒറിജിനൽ സാധനം എന്താണെന്ന് വെച്ചാൽ അത് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് അവനെ കേൾപ്പിച്ചും കൊടുത്തു. അവനത് കേൾക്കുമ്പോൾ തന്നെ അടിപൊളി ഈ മൂടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സീൻ ബാഹുലേട്ടൻ എഴുതി, രഞ്ജിത്തേട്ടൻ ഡയറക്റ്റ് ചെയ്യാണ്, ബാഹുലേട്ടൻ ക്യാമറ വെക്കുകയാണ്. ഏതെങ്കിലും ഒരു ചെറിയ സീൻ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പ്ലാനിങ് നടത്തുക? ഒരു അല്ലെങ്കിൽ ഒരു ഷോർട്ടും ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു പ്ലാനിങ്? അപ്പം തോന്നൂല അവർക്ക് സിനിമ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ? അല്ല നമ്മളെ ഷൂട്ടിംഗ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് അങ്ങോട്ടും എന്ന് പറഞ്ഞാൽ അതിനുള്ള ടൈമും ഇല്ല. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഇപ്പോഴത്തെ പ്രോഡക്റ്റ് ഔട്ട് ആക്ച്വലി ആ സമയം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഞങ്ങൾ ഓടുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ മഴ കഴിഞ്ഞിട്ട് കുടമഞ്ഞിട്ട് ഒരു അരമണിക്കൂറായിരിക്കും നമ്മൾ നോർമൽ ഒരു ഷൂട്ടിൻ്റെ ടൈം ഉണ്ടാവും. ഈ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ ചെറുങ്ങനെ മഴ പെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ആലോചിക്കാൻ പോലും ടൈമില്ലാത്തൊരു കൺസ്ട്രെയിൻ. നമ്മൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം, നമ്മുടെ ADs ആയാലും അസോസിയേറ്റ് എല്ലാവരും ഒരേ തോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയും. ആ രീതിയിലാണ്, അല്ലാണ്ട് അത് പ്രോപ്പറായിട്ട് നോക്കി ഇങ്ങനെ ചെയ്യാൻ മുന്നേ ഒരു ഇത് നിങ്ങളുടെ സിറ്റിങ്ങിൽ ഉണ്ടാവുന്നതാണ് ഒരു കോൺവെർസേഷൻ, പിന്നെ അത് ഷൂട്ടിങ്ങിൽ ഉണ്ടാവുന്നതാണ്. അത് കമ്പയർ ചെയ്ത് ചോദിച്ചു. നിങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സീന് ഒരു ഡയറക്ടർക്ക് അത് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ലൈക്ക് എന്തെല്ലാം വേണ്ട, എങ്ങനെ വേണം. നമ്മൾ ആദ്യം തന്നെ ചില ഇതൊന്നും ടെറൈനിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലെ വീടുകളിലെ സീനിൽ നമ്മൾ മുന്നേ പ്രീ വിഷ്വൽ എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ സ്റ്റേജിങ് ചെയ്തിട്ട് നമ്മൾ ആർട്ടിസ്റ്റല്ല നമ്മൾ ADsനെ വെച്ചിട്ട് ഒരു ജസ്റ്റ് റഫായിട്ട് ബാവുൽ നമ്മൾ മൊബൈലിൽ വെച്ചിട്ട് നമ്മളൊരു ക്യാമറ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അതെല്ലാം നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് ആദ്യം തന്നെ നമ്മൾ ഫുള്ളി പ്ലാൻഡ് ആയിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആർട്ടിസ്റ്റിനെ പ്ലേസ് ചെയ്യുക, ബാക്കി സ്റ്റേജിങ് ബ്ലോക്കിംഗ് ചെയ്യുക. ഒക്കെ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഈ സമയത്ത് പ്രത്യേക ക്യാമറ വരും. ഈ ഒരു പ്രോപ്പർ പ്രീ പ്ലാൻ നടത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും നമുക്ക് പ്രീ പ്ലാൻ നടക്കില്ല. അങ്ങനെ ആ സമയത്ത് എന്താ എടുക്കുക, കൂടുതലും പറഞ്ഞല്ലോ ഹാൻഡ് ഹെൽഡ് ആയിരുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ്. മോസ്റ്റ് ചാലഞ്ചിങ് എന്നുള്ള ഒരു ആസ് എ ഡയറക്ടർ തോന്നിയ ഭാഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പടത്തിനെ പറ്റി ഓർക്കുമ്പോൾ എന്താ ശരിക്കും ടെൻഷൻ അടിച്ചു പോയെ? ഒരുവിധം എല്ലാ ഭാഗവും ചാലഞ്ചിങ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ പുഴയെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളല്ലാതെ ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള സമയത്ത് അത്ര ഹെവി വെൻറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹെവി വെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഡോറെല്ലാം ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്, വീട് ചില സമയം ഇളകി പോകുന്നുള്ള അവസ്ഥയിൽ പോലും വന്നിട്ടുണ്ട്. അതെല്ലാം ആ സമയത്ത് പോലും നമ്മൾ ആർട്ടിസ്റ്റ് വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആ വീട്ടിലെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും ചലഞ്ചായിട്ട് തോന്നിയത്. അതും നൈറ്റ് നൈറ്റ് ഷൂട്ട് ചെയ്ത് എന്താ പറയുക ഹെവി വിൻഡ് നമ്മളൊക്കെ നിൽക്കാൻ പോലും എന്താ ഫുൾ നനഞ്ഞിരിക്കും. നോക്കി നിൽക്കാൻ സ്ഥലമില്ല. ആ വീടിൻ്റെ ഉള്ളിൽ എല്ലാ ആൾക്കാരും നിൽക്കുന്നുണ്ട് ഒരു റൂമിൽ, ബാക്കിയുള്ള ഒരു റൂമിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത്രക്കും ആ ഒരു സ്റ്റേജിലും നിന്നിട്ട് എടുത്തതാന്ന് തോന്നുന്നത് ഏറ്റവും. ബാക്കിയുള്ള എല്ലാം ഓക്കെ സാധാരണ. പ്രേക്ഷകരുടെ ക്വസ്റ്റ്യനാ ഞാൻ ചോദിക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ കോമ്പോയിൽ ഒരു സൂപ്പർ സ്റ്റാർ മൂവി വരാൻ സാധ്യതയുണ്ടോ? അറിയില്ല, ഒന്നും പറയാൻ എനിക്കറിയാം. ഇപ്പൊ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് യാതൊരു പ്ലാനും ആംബിഷനുള്ള വരുന്ന പോലെ വരട്ടെ. അല്ല എന്താന്ന് വെച്ചാൽ എക്കോ എന്നുള്ളൊരു ചോയ്സ് നിങ്ങൾ എടുത്തത് കിഷ്കിന്ധാടനത്തിന്റെ ശേഷമാണ്.
നിങ്ങൾക്ക് മറ്റു പല ചോയ്സുകളും എടുക്കാമായിരുന്നിട്ടും നിങ്ങൾ എക്കോയില് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെയുള്ള ആക്ടേഴ്സിനെയും പിക്ക് ചെയ്തിട്ടാണ് ചൂസ് ചെയ്തത്. അപ്പം ഇനിയും അങ്ങനെ ഒരു ആഗ്രഹം വരികയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്കൊന്ന് ഒരു മെയിൻ ആക്ടറെ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു പ്ലാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ഞാൻ കാണുന്ന കണ്ടന്റാണ്. ഇപ്പോൾ കണ്ടന്റ് ഡിമാൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമാണ് വേണ്ടതെന്ന് തോന്നി ഓക്കെ അവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നില്ല. അല്ലാതെ ഒരു ആക്ടറിനെ ആലോചിച്ചിട്ട് ഒരു സംഭവം അവിടേക്കൊരു കഥ. അതെ അതറിയില്ല, അതങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോ ഞങ്ങള് അടുത്ത പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് അടുത്ത കൊല്ലം സംഭവിക്കട്ടെ എന്നാ വിചാരിക്കുന്നത്. അയ്യോ, Okay. അങ്ങനെ പെട്ടെന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കും. ഭയങ്കര താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.